സ്വാദ്. ഈ അക്ഷരം ഉച്ചരിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു മൂന്നക്ഷരങ്ങൾ ചേർന്ന ഒരക്ഷരമാണ്. മൂന്നക്ഷരങ്ങൾ കൊണ്ട് ഘടിപ്പിക്കപ്പെട്ട ഒരു ഹർഫിൻ്റെ നാമമാണ് സ്വാദ് എന്നത്. ഇതിൽ സ്വാദ്, അലിഫ്, ദാൽ ഈ മൂന്നക്ഷരങ്ങൾ ഉച്ചരിക്കുകയാണ്. സ്വാദ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ് ഇസ്തിഅലാഇൻ്റെ. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീമാണ്. ശേഷം സുക്കൂൻ നൽകപ്പെട്ട ദാലിൽ നമ്മൾ വഖഫ് ചെയ്യുന്നു. ഖൽഖല പൂർണ്ണമായും നൽകി ഖൽഖല കുബ്ര നൽകേണ്ടതാണ്. ചേർത്ത് ഓതുമ്പോൾ ഖൽഖല സുഗ്റയുമായിരിക്കും. കൂടാതെ ഇതിലെ അലിഫിൻ്റെ ദീർഘം മദ് ലാസിം മുഖഫഫ് ഹർഫി എന്നതാണ്. പൂർണ്ണനാമം അതാണ്, മദ് ലാസിമാണ്. നിർബന്ധമായും 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. മുഖഫഫാണ്. ലാസിം എന്നത് പറയാൻ കാരണം ദീർഘാക്ഷരത്തിന് ശേഷം സ്ഥിരപ്പെട്ട സുക്കൂനുണ്ട് എന്നതാണ്. അലിഫിന് ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ. ഇവിടെ 6 ഹറക്കത്തിൻ്റെ ഖദറാണ്, അല്ലെങ്കിൽ 3 അലിഫിൻ്റെ ഖദർ എന്നും പറയാം. ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ ഉള്ളത് കൊണ്ടാണ് ലാസിം എന്ന് ഈ ദീർഘത്തിന് പേര് നൽകുന്നതും ലാസിമായി ഇത് പരിഗണിക്കുന്നതും. കൂടാതെ ശേഷം ഉള്ള സാക്കിനായ ഹർഫിൽ ഷദ് ഇല്ല എന്നതുകൊണ്ടാണ് മുഖഫഫ്, ലഘുവായത് എന്നർത്ഥമുള്ള മുഖഫഫ് എന്ന നാമം നൽകുന്നത്. മുഖഫഫ്. ഷദ്ദുണ്ടെങ്കിൽ മുസഖലാണ്, ഇവിടെ മുഖഫഫാണ്. അപ്പോൾ പൂർണ്ണനാമം മദ് ലാസിം മുഖഫഫ് ഹർഫി. ഹർഫി എന്ന് പറയുന്നത് ഇതൊരു അക്ഷരമായതുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിലെ 29 സൂറത്തുകളുടെ തുടക്കത്തിൽ ഇപ്രകാരം കേവല അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നുണ്ട്.